സംടൈംസ് വളരെ ശബ്ദത്തിൽ പൊട്ടിക്കരയണതാവണമെന്നില്ല പെയിൻ. അതൊരു കാം സൈലൻസ് ആവാം. സംടൈംസ് ഒരു ഫ്രണ്ട്ലി ക്രൗഡിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലാവാം പെയിൻ. നമ്മൾ ചിരിക്കും, ചോദിക്കാൻ ശ്രമിക്കും, എങ്കിൽ പോലും അതിലൊരു ലോൺലിനെസ് ഉണ്ടായെന്ന് വരാം. ആൻഡ് സംടൈംസ് ഇറ്റ് വിൽ ബി ആൻ അൺആൻസർഡ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് മിസ്സാക്കുന്നത് പോലെയല്ല, അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഒന്നിനെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നത് പോലെയാണ്. നമ്മൾ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടായെന്ന് വരില്ല. ഒരു വേർഡ് പറഞ്ഞാൽ റെസ്പോൺസ് ഇല്ല, ഒരു കെയർ കാണിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഇല്ല. അവസാനം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, വൈ ഐ ആം നോട്ട് ഇനഫ്, വൈ ഐ ആം ഓൾവേസ് എക്സ്ട്രാ ഇൻ സമ്മോൺ എൽസ് സ്റ്റോറി. പക്ഷേ ആ പെയിൻഫുൾ മൊമെന്റ് തന്നെയാണ് പിന്നീട് നിനക്ക് തിരിച്ചറിവായി മാറുന്നത്. നിന്റെ എംപ്റ്റിനെസ് തന്നെയാണ് നിന്റെ റിയൽ വാല്യൂ. നമുക്ക് എല്ലായിടത്തും സ്ഥാനം ഉണ്ടായെന്ന് വരില്ല, പക്ഷേ നിന്റെ പ്രകാശം തേടുന്നവർ ഒരു ദിവസം നീ കണ്ടുകൊണ്ടു. അതിനു മുന്നേ ഈ സൈലൻസ് നിന്റെ സ്ട്രെങ്ത് ആവും, ഈ റിജക്ഷൻസ് നിന്റെ റീഡയറക്ഷൻ ആവും. ഒരുപക്ഷെ ഇന്ന് നിനക്ക് ചുറ്റും ഒരുപാട് ടേബിൾസ് ഉണ്ടാവാം, പക്ഷെ നിനക്ക് സീറ്റ് ഉണ്ടായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് നിനക്ക് ചുറ്റും ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായെന്ന് വരാം, പക്ഷെ നിനക്ക് സ്ഥാനം ഉണ്ടാവണമെന്നില്ല. പക്ഷേ മനസ്സിലാക്കുക, ദ റൈറ്റ് പേഴ്സൺ വിൽ നെവർ മേക്ക് യു ഫീൽ ലൈക്ക് യു ആർ ടു മച്ച്. നമ്മുടെ സൈലൻസ് പോലും നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. ടിൽ ദെൻ ഈ ലെഫ്റ്റ് ഔട്ട് മൂവ്മെന്റ് നമ്മുടെ ഗ്രോത്തിന് തന്നെ ഒരു സ്റ്റെപ്പ് ആവും.